നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് പി എസ് സി എക്സാമിനേഷന്, പ്രത്യേകിച്ച് LSTS മെയിൻസ് എക്സാമിനാണെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിലും LDC ആണെങ്കിലും ഏത് മത്സര പരീക്ഷകൾക്കും വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. LSTS മെയിൻസിൻ്റെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ എക്കോണമിയാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പി എസ് സികൾക്കും ഇന്ത്യൻ എക്കോണമി ഉണ്ട്. എന്നാൽ LSTS എക്സാമിനാണെങ്കിൽ ഇന്ത്യൻ എക്കോണമി മാത്രമാണ് സിലബസിൽ എടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ട്, ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് ടാൻഡം PSC എന്ന് പറയുന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചാനൽ അംഗമാവാത്തവർ ഇന്ന് തന്നെ ചാനൽ അംഗമാവുക. അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എക്കണോമിക്സിനെ കുറിച്ച് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇന്ത്യൻ എക്കോണമിയിലേക്ക് പോകുന്നതിന് മുമ്പ് കോമൺ ആയിട്ട് കുറച്ച് എക്കണോമിക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം എന്താണ്? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, സമ്പത്തിനെ കുറിച്ചുള്ള പഠനം എന്താണെന്നുള്ളത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്ഷനിൽ എക്കണോമിക്സ് ഉണ്ടാവും, സെലക്ട് ചെയ്തത്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രം തന്നെയാണ്. പക്ഷേ സമ്പത്തിനെ കുറിച്ചുള്ള പഠനം എന്താണ് എന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം അഫ്നോളജി എന്നാണ്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം എന്താണ്? അഫ്നോളജിയാണ്. മാറിപ്പോകരുത്. ഇനി എക്കണോമിക്സ് എന്ന വാക്കിന്റെ സോഴ്സ്, എവിടെ നിന്നാണ് ഈ എക്കണോമിക്സ് എന്ന വാക്ക് വന്നത്? അതൊരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഓൾക്കനോമിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന വാക്ക് വന്നത്. എന്താണ്? ഓൾക്കനോമിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് എന്ത് വന്നത്? എക്കണോമിക്സ് എന്ന വാക്ക് വന്നത്. ആരാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആരാണ്? ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കാനുണ്ട്. ഒന്ന് ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ്, മറ്റൊന്ന് നമ്മളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന പുസ്തകമാണ് വെൽത്ത് ഓഫ് നാഷൻസ്. വെൽത്ത് ഓഫ് നാഷൻസ് ആരാണ് രചിച്ചത് എന്ന് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന, LD ക്ലർക്കുള്ള പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. വെൽത്ത് ഓഫ് നാഷൻസ് രചിച്ചത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് കൊണ്ട് ഈ വെൽത്ത് ഓഫ് നാഷൻസ് എന്ന പുസ്തകം കുറച്ചുകൂടി അതിന്റെ പേര് പൂർണ്ണമായിട്ട് പഠിക്കണം. ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻസ് എന്നാണ് പുസ്തകത്തിന്റെ മൊത്തമായിട്ടുള്ള പേര്. അപ്പോൾ ഈ പേര് പരീക്ഷകൾ കാണുമ്പോൾ നിങ്ങളാകെ ബേജാറായി പോകരുത്. ഇത് നമ്മൾ വെൽത്ത് ഓഫ് നാഷൻസ് എന്ന് പറയുന്ന പുസ്തകം തന്നെയാണ്. ആ പുസ്തകത്തിന്റെ പൂർണ്ണമായ പേര് വരുന്നത് ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻസ് എന്നുള്ളതാണ്. പിന്നെ ആഡം സ്മിത്തിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റാണ് ലെയ്സസ് ഫെയർ തിയറി. എന്താണ് ലെയ്സസ് ഫെയർ തിയറി? എക്കണോമിക്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ലെയ്സസ് ഫെയർ തിയറി. എന്താണ് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് സമ്പദ് വ്യവസ്ഥയിൽ സർക്കാരിന്റെ ഇടപെടൽ പരമാവധി കുറച്ചിട്ട് അവിടെ പണപ്പെരുപ്പം നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു എക്കോണമിയിലെ പണപ്പെരുപ്പത്തിന്റെ നിയന്ത്രിക്കുന്നതിന് എന്ത് വേണം? ഗവൺമെന്റിന്റെ ഇടപെടൽ പരമാവധി കുറക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്താണ് ഈ പണപ്പെരുപ്പം എന്നും അത് എപ്പോഴാണത് പോസിറ്റീവ് ആവുക, എപ്പോഴാണ് നെഗറ്റീവ് ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. ഇപ്പൊ ഇത്ര കാര്യം മനസ്സിലാക്കുക. ലെയ്സസ് ഫെയർ തിയറിയിൽ, ആഡം സ്മിത്തിന്റെ ലെയ്സസ് ഫെയർ തിയറിയിൽ പറയുന്നത് ഗവൺമെന്റിന്റെ ഇടപെടൽ പരമാവധി എക്കോണമിയിൽ കുറക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? നിയന്ത്രണങ്ങൾ കുറയുമ്പോൾ കൂടുതൽ കോമ്പറ്റീഷൻ വരും, കൂടുതൽ സംരംഭങ്ങൾ വരും. ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നടപടിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ കോമ്പറ്റീഷൻ കുറയാൻ അത് കാരണമാകും. കോമ്പറ്റീഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രൊഡക്റ്റുകൾ, നമ്മുടെ ആവശ്യ സാധനങ്ങൾ വളരെ വില കുറഞ്ഞു കിട്ടും. നമുക്കെന്താ അറിയാം, ഒരു പ്രദേശത്ത് ആകെ ഒരു കടയുള്ളൂ എങ്കിൽ ഒരു പക്ഷേ അവിടെ സാധനത്തിന് വില കൂടുതലായിരിക്കും. എന്നാൽ ഒരേ സാധനം വിൽക്കുന്ന 10 കടകൾ ഒരു സ്ഥലത്തുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ സ്വാഭാവികമായിട്ടും സാധനത്തിന് വില കുറയും. സ്വാഭാവികമല്ലേ? അപ്പോൾ അതാണ് ഈ ലെയ്സസ് ഫെയർ തിയറിയുടെ ബേസ് എന്ന് പറയുന്നത്. അതായത് കോമ്പറ്റീഷൻ കൂട്ടിയിട്ട് പണപ്പെരുപ്പം നിയന്ത്രിക്കുക എന്നുള്ള ഒരു സിദ്ധാന്തമാണ് ആര് പറയുന്നത്? ആഡം സ്മിത്ത് ലെയ്സസ് ഫെയർ തിയറിയുടെ പറയുന്നത്. അതിനെന്താ വേണ്ടത്? ഗവൺമെന്റ് ഇടപെടാതിരിക്കുക, വിപണി സ്വതന്ത്രമായിട്ട് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു ലെയ്സസ് ഫെയർ തിയറിയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആധുനിക എക്കണോമിക്സിന്റെ പിതാവ് ആഡം സ്മിത്ത് ആണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് 2 പുസ്തകങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് ലെയ്സസ് ഫെയർ തിയറിയെ കുറിച്ച് ചെറിയൊരു ധാരണ തന്നു. ഇനി അതിന് കൂടെ തന്നെ ചോദന നിയമം അഥവാ ലോ ഓഫ് ഡിമാൻഡ്
എന്ന ഒരു നിയമമുണ്ട്. ഈ ചോദന നിയമം ആവിഷ്കരിച്ചത് ആര് എന്ന ചോദ്യമുണ്ട്. അതിന് ഉത്തരം നിങ്ങൾ ആഡം സ്മിത്തിന് എഴുതരുത്, അത് ആൽഫ്രഡ് മാർഷലാണ്. മാറിപ്പോരുത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത് ആണ്. ലോ ഓഫ് ഡിമാൻഡ് അഥവാ ചോദന നിയമം ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൽഫ്രഡ് മാർഷലാണ്. ആഡം സ്മിത്തിന്റെ തിയറി എന്തായിരുന്നു? ലേസസ് ഫെയർ തിയറി ആയിരുന്നു. അതുകൊണ്ട് മാറിപ്പോരുത്. ലേസസ് ഫെയർ തിയറി ആയതാണ് ആഡം സ്മിത്തിൻ്റെതാണ്. ലോ ഓഫ് ഡിമാൻഡ് ആയതാണ് ആൽഫ്രഡ് മാർഷലിൻ്റെതാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എക്കണോമിക്സിന് അഥവാ സാമ്പത്തിക ശാസ്ത്രത്തെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ഒന്ന് മൈക്രോ എക്കണോമിക്സ്, മറ്റൊന്ന് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. എന്താണ് ഇത് രണ്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കമ്പനിയെ ഒരു പ്രദേശത്തെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സാമ്പത്തിക കണക്കുകൾ തയ്യാറാക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയാം. അതായത് ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിനെ, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ, ഒരു ചെറിയ പ്രദേശത്തെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാമ്പത്തിക കണക്ക് കൂട്ടലുകൾ നടത്തുന്നതെങ്കിൽ അത്തരം എക്കണോമിക്സിന് സാമ്പത്തിക ശാസ്ത്രത്തെയാണ് മൈക്രോ എക്കണോമിക്സ് അഥവാ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അഥവാ മൈക്രോ എക്കണോമിക്സ്? ഒരു വലിയ ഏരിയയുടെ, അതായത് ഇപ്പോൾ ഒരു രാജ്യത്തിന് തന്നെ ഇന്ത്യയുടെ മൊത്തം GDP, ഓഹരി വരുമാനം തുടങ്ങിയ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കണക്കുകൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പറയാം അത് മൈക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നാണ്. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു ചെറിയ പ്രദേശത്തിൻ്റെയൊക്കെ കണക്കുകളാണ് നമ്മൾ ശേഖരിക്കുന്നതെങ്കിൽ, ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്തിട്ട് കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്നും, എന്നാൽ ഒരു വലിയ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയൊക്കെ എക്കണോമിക്സിനെ നമ്മൾ മാക്രോ എക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നും പറയുന്നു. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും. പ്രൈസ് തിയറി എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന മൈക്രോ എക്കണോമിക്സ് ആണ്. പ്രൈസ് തിയറി എന്നറിയപ്പെടുന്നത് എന്താണ്? മൈക്രോ എക്കണോമിക്സ് ആണ്. എന്നാൽ ജനറൽ തിയറി എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ് ആണ്. ജനറൽ തിയറി ഓഫ് എക്കണോമിക്സ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മാക്രോ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രൈസ് തിയറി എന്നത് മൈക്രോ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് വന്നാൽ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഒരു സമ്പദ് വ്യവസ്ഥ സെലക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഏത് സമ്പദ് വ്യവസ്ഥ സെലക്ട് ചെയ്യുമെന്നുള്ള ഒരു ചർച്ച വരികയാണ്. അന്ന് ലോകത്ത് രണ്ട് തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണുള്ളത്. ഒന്ന് US അതേപോലെ UK ഒക്കെ ഫോളോ ചെയ്യുന്ന ക്യാപിറ്റലിസം അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. മറ്റൊന്ന് റഷ്യ പോലെയുള്ള, ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. എന്താണ് ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അഥവാ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം മാത്രം ആഗ്രഹിച്ചു കൊണ്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ ഭൂ ഉടമകളും അതോടൊപ്പം കമ്പനികളും വ്യവസായങ്ങളും ഒക്കെ നടത്തുന്നത് സ്വകാര്യ വ്യക്തികളായിരിക്കും. അവർക്ക് ജനങ്ങളുടെ ക്ഷേമമോ ജനങ്ങളുടെ വാങ്ങൽ ശേഷിയോ അതിനെക്കുറിച്ചൊന്നും അവരുടെ വിഷയമേ അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ലാഭം ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയെ ഉണ്ടാവുള്ളൂ. അത്തരം ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് ഇത് ക്യാപിറ്റലിസം അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഈ സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ പറഞ്ഞു. ഈ വ്യവസ്ഥയുടെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിന് കൂടുതൽ വികാസം ഉണ്ടാവും. അതായത് പ്രൈവറ്റ് കമ്പനികൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ ലാഭം അവർ കൊയ്യുമ്പോൾ അതിനനുസരിച്ച് രാജ്യത്തിന്റെ GDP വർദ്ധിക്കും, രാജ്യത്തിന്റെ നികുതി വരുമാനം വർദ്ധിക്കും, രാജ്യത്തിന് നല്ല പുരോഗതി ഉണ്ടാകും. പക്ഷെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ കൂടിക്കൂടി വരിക ചെയ്യാം. അതായത് വലിയ വലിയ സമ്പന്നന്മാരെ സമ്പത്ത് കുമിഞ്ഞുകൂടി വലിയ വലിയ സമ്പന്നരായി മാറുമ്പോൾ ദരിദ്രരായ ആളുകൾ വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കും. ഇതാണ് ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്നാൽ രാജ്യത്തിന് നല്ല പുരോഗതി ഉണ്ടാകും, GDP ഒക്കെ നല്ല ഹൈ ആയിട്ട് ഉയരും. അമേരിക്കയ്ക്ക് ഒരു വികസിത രാജ്യമായി നിലനിൽക്കുന്നത് ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി കാരണമാണ്. പക്ഷെ നമുക്കറിയാം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത്, പ്രത്യേകിച്ച് ഒരു കോളനിയായി നൂറ്റാണ്ടുകൾ ഒരു രാജ്യത്തിന്റെ കോളനിയായി കഴിഞ്ഞ് സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരം ഒരു എക്കോണമി പോസിബിൾ അല്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ സാമ്പത്തിക
സമ്പദ് വ്യവസ്ഥയായ സോഷ്യലിസത്തെക്കുറിച്ച് പഠിക്കുന്നത്. റഷ്യ പോലെയുള്ള, ചൈന പോലെയുള്ള, ക്യൂബ പോലെയുള്ള രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സോഷ്യലിസ്റ്റ് എക്കോണമി ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയോട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്കോണമിയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഉൽപ്പന്നങ്ങൾ, ഭൂമി, അതേപോലെ കമ്പനികൾ എല്ലാം ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലായിരിക്കും. സ്വകാര്യ വ്യക്തികൾക്ക് അവിടെ റോളില്ല. അവിടെ ഗവൺമെന്റാണ് എല്ലാം നടത്തുന്നത്. ഭൂമി ഗവൺമെന്റിൻ്റെതാണ്, വ്യവസായശാലകൾ ഗവൺമെന്റിൻ്റെതാണ്, എല്ലാം ഗവൺമെന്റിൻ്റെതാണ്. ആളുകൾ ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്യുന്നു. അവിടെ എന്തായിരിക്കും, ലാഭം കുറവായിരിക്കും. എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നല്ല പരിഹാരം ഉണ്ടാകും. അത് ലാഭം എന്ന കൺസെപ്റ്റ് ഇല്ല, അതിനേക്കാൾ ജനങ്ങളുടെ ക്ഷേമം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ സോഷ്യലിസ്റ്റ് എക്കോണമി പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ എക്കോണമിക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ എക്കോണമിയിൽ എന്തുണ്ടാവില്ല, രാജ്യത്തിന് കാര്യമായ പുരോഗതി ഉണ്ടാവില്ല. അതായത് ക്ഷേമം നടക്കും, അതായത് വികസനം ഉണ്ടാവില്ല. പിന്നെ രാജ്യം എന്നും ഒരേ ലെവലിൽ ഇങ്ങനെ പോകും, അത്രേ ഉള്ളൂ. ഒരു വികാസം രാജ്യത്തിന് ഉണ്ടാവില്ല. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് എക്കോണമിയും പോസിബിൾ ആയിരുന്നില്ല. ക്യാപിറ്റലിസം പോരാ, സോഷ്യലിസം പോരാ. അങ്ങനെയാണ് ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇന്ത്യ എത്തുന്നത്. എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ ക്യാപിറ്റലിസത്തിന്റെ നല്ല വശങ്ങൾ, അതേപോലെ സോഷ്യലിസത്തിന്റെ നല്ല വശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഒരു മിക്സ്ഡ് എക്കോണമിയാണ് ഇന്ത്യ, ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇന്ത്യക്ക് വേണ്ടി സെലക്ട് ചെയ്തത്. അതായത് ഇവിടെ എന്തുണ്ടാവും, ഇവിടെ ക്യാപിറ്റലിസം ഉണ്ടാവും, സോഷ്യലിസം ഉണ്ടാവും. അതിന്റെ രണ്ടിന്റെയും കൂടി ഒരു സംഗമമാണ്, ഒരു മിക്സ് ചെയ്ത ഒരു എക്കോണമിയാണ് ഇന്ത്യയിലുള്ളത്. ക്യാപിറ്റലിസവും സോഷ്യലിസത്തിന്റെയും നല്ല വശങ്ങൾ എടുത്തുകൊണ്ടുള്ള ഒരു എക്കോണമിയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. നമ്മൾ വിചാരിക്കും എന്താണ് ഈ സോഷ്യലിസം കൊണ്ട് പ്രശ്നം എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നുന്നുണ്ടാവും. ഒരു രാജ്യത്ത് നല്ല ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ സർക്കാർ നിറവേറ്റി കൊടുക്കുന്ന ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ അവിടെ ആ രാജ്യത്തിന് എന്തുകൊണ്ടാണ് പുരോഗതി ഉണ്ടാകുന്നത്? ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും സൗജന്യമായിട്ട് ഗവൺമെൻറ് തരുന്നു എന്ന് വിചാരിക്കാം. നമുക്ക് ഭക്ഷണം, അരി വേണം, കറി വെക്കാനുള്ള സാധനങ്ങൾ വേണം, എല്ലാം റേഷൻ കടകൾ വഴിയോ മറ്റൊക്കെ രാജ്യം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കും? നമ്മൾ ഒരു പണിക്കോ ഒന്നിനും പോകില്ല. എനിക്ക് വേണ്ടതെല്ലാം എവിടെയുണ്ട്? എനിക്ക് സർക്കാർ തരുന്നുണ്ട്. എനിക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ സൗജന്യം പറ്റിക്കൊണ്ട് ഞാനിങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇത് നിർത്തുകയാണ് വിചാരിക്കുക. ഗവൺമെൻറ് പറയുകയാണ് ഇനി അരിയൊന്നും തരില്ല, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ എന്നുള്ള ഒരു രീതിയിലേക്ക് രാജ്യം പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ജോലിക്ക് പോകാൻ നിർബന്ധിതരാകും. ഒരു ജോലിക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു ദിവസം ജോലിക്ക് പോയിട്ട് ഒരു 1000 രൂപ കൂലി കിട്ടിയെന്ന് വിചാരിക്കുക. അതിലൊരു 500 രൂപ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 500 രൂപ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെ സേവ് ചെയ്യുക ചെയ്യും. അതുകൊണ്ട് ഇത് എക്കോണമിയിൽ ഇതിങ്ങനെ സ്പ്രെഡ് ആവും. അതായത് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. അങ്ങനെ ഒരുപാട് പേര് നിക്ഷേപിക്കുന്ന പണം ഉപയോഗിച്ചിട്ട് ബാങ്ക് ലോൺ കൊടുക്കും, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും, വാഹനങ്ങൾ വാങ്ങും. അപ്പോൾ ഈ ഒരു ഫീൽഡൊക്കെ ചലിക്കും. അതായത് നമ്മളൊരു 500 രൂപ കൊണ്ട് ശരിക്ക് ഈ എക്കോണമി അങ്ങോട്ട് ചലിക്കാൻ തുടങ്ങും. അങ്ങനെ രാജ്യത്ത് വികസനങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ പിന്നെ കാറ് വാങ്ങുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? കാറ് വിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം പിന്നെ ബിസിനസ് വളരും, വ്യവസായങ്ങൾ വളരും, എല്ലാം വളരും. രാജ്യത്തിൻ്റെ GDP അതിലൂടെ വളരും. എന്നാൽ നേരത്തെ കേസിൽ എന്താണ്? ഞാൻ പണിക്ക് പോകുന്നില്ല, രാജ്യം ഇങ്ങനെ കൊടുക്കേണ്ടത്, കുറേ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? രാജ്യത്തിൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. കാരണം നികുതി വരുമാനമില്ല, GDP വളരെ കുറവാണ്, നാഷണൽ ഇൻകം കുറവാണ്. അങ്ങനെ വരുമ്പം എന്ത് സംഭവിക്കും? രാജ്യം പ്രതിസന്ധിയിലേക്ക് പോകും. അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് രണ്ടിനും ഇടയിലുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയാണ് വേണ്ടത്. അങ്ങനെയാണ് മിക്സ്ഡ് എക്കോണമി ഇന്ത്യ സെലക്ട് ചെയ്യാനുള്ള കാരണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പണപ്പെരുപ്പത്തെക്കുറിച്ച് പറഞ്ഞു. എന്താണ് ഈ പണപ്പെരുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് പണപ്പെരുപ്പം? നമുക്കറിയാം, ഒരു പ്രോഡക്റ്റിന് അല്ലെ കുറച്ച് പ്രൊഡക്റ്റുകളുടെ ഒരു 10 വർഷത്തെ വിലയും ഇപ്പോഴത്തെ വിലയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ ഇന്നും മാർക്കറ്റിൽ പോകുന്ന ആളുകളാണ്, നിങ്ങൾക്കറിയാം 10 വർഷം മുമ്പ് ഒരു വസ്തു വാങ്ങിയ വിലയ്ക്ക് ഇപ്പോൾ സാധനങ്ങൾ കിട്ടും. നമ്മുടെ അരിയുടെ വില തന്നെ എടുക്കുക. അരിയാണല്ലോ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭക്ഷ്യവസ്തു എന്ന് പറയുന്നത്. ഒരു 10 വർഷം മുമ്പ് അരിയുടെ വില ഒരു 30 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊരു 45-50 എത്തിയിട്ടുണ്ടാകും. വില കൂടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു 10 വർഷം മുമ്പത്തെ ഒരു വസ്തുവിന്റെ വിലയും ഇപ്പോഴത്തെ വിലയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസത്തെയാണ്, വർധനവിനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ പണപ്പെരുപ്പം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ പണപ്പെരുപ്പം ഒരു എക്കോണമിയിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്?
പണപ്പെരുപ്പം നല്ലതാണോ അല്ലെങ്കിൽ അതിന് നെഗറ്റീവാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 10 വർഷമായിട്ട് ഒരു വസ്തുവിൻ്റെ വിലയിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ എക്കോണമിക്ക് കാര്യമായിട്ടുള്ള ഒരു വികസനവും ഇല്ല എന്നുള്ളതല്ലേ. എപ്പോഴാണ് സാധനങ്ങളുടെ വില കൂടുക? നമ്മുടെ വാങ്ങൽ ശേഷി കൂടുമ്പോഴാണ്, നമ്മുടെ വരുമാനം കൂടുമ്പോഴാണ് പിന്നെ സാധനങ്ങൾക്ക് വില കൂടുക. അപ്പോൾ സാധനങ്ങൾക്ക് വില കൂടുക എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് അല്ല, ഒരു പരിധി വരെ അത് നെഗറ്റീവല്ല. അതായത് നമ്മുടെ ഇപ്പോൾ പിന്നെ 10 വർഷം മുമ്പ് നമുക്ക് പിന്നെ 30 രൂപ കിട്ടിയിരുന്ന അരി ഇപ്പോൾ 50 രൂപക്കാണ് കിട്ടുന്നതെങ്കിൽ അവിടെ വർധനവുണ്ട്, ശരിയാണ്. അന്ന് 10,000 രൂപ ശമ്പളം വാങ്ങിയ ഒരാൾ ഇപ്പോൾ 20,000 രൂപ ശമ്പളം വാങ്ങുന്നുണ്ടാവും. അതുകൊണ്ടാണ് വില കൂടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പിന്നെ വാങ്ങൽ ശേഷി കൂടിയത് കൊണ്ടാണ് ഇത് പ്രൊഡക്റ്റിൻ്റെ വില കൂടിയത്. അപ്പോൾ അവിടെ അതുകൊണ്ട് ആൾക്ക് എന്താണ്, ലാഭമാണോ നഷ്ടമാണോ? അയാളുടെ ശമ്പളം 100% വർദ്ധിക്കുമ്പോൾ അയാൾ വാങ്ങുന്ന പ്രൊഡക്റ്റിൻ്റെ വില 20%, 30% വർദ്ധിക്കുന്നുള്ളൂ. അപ്പോഴും അയാൾക്ക് എന്താ സംഭവിക്കുന്നത്? ലാഭമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പരിധി വരെ ഒരു പരിധി വരെ എന്താണ് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം ഒരു സമ്പദ് വ്യവസ്ഥക്ക് പോസിറ്റീവാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അത് അപകടമായിരിക്കും. ഉദാഹരണമായിട്ട് 10 വർഷം മുമ്പ് 100 രൂപ കിട്ടിയ സാധനത്തിന് ഇപ്പം 1000 രൂപ വിലയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒരു ശതമാനത്തിനെ കണക്കിട്ട് കൃത്യമായിട്ട് നമുക്കത് ഒരു ക്ലാസ്സിൽ വിശദമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യാം. ഓരോ ശതമാനം ഇത്ര മുതൽ ഇത്ര വരെ നല്ലത്, അവിടുന്ന് അങ്ങോട്ട് അപകടം, അവിടുന്ന് അങ്ങോട്ട് വളരെ അപകടം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് എടുക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകും. ഒറ്റ കാര്യം ആലോചിക്കുക, ഒരു നല്ല ഒരു വർധനവാണ് ഉണ്ടായതെങ്കിൽ, അതായത് 100%-ത്തിനൊക്കെ മുകളിൽ ഈ പ്രൊഡക്റ്റിൻ്റെ വില വർധന ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമ്പദ് വ്യവസ്ഥ തകർന്ന് ഇരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇൻഫ്ലേഷൻ നല്ലതാണ്. ഒരു നിശ്ചിത ശതമാനം വരെ, നിശ്ചിത പരിധി വരെ ഇൻഫ്ലേഷൻ വേണം. അപ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അത് ആ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. എക്കണോമിക്സിന്റെ അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ട് മാത്രമാണ് പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്. ബോംബെ പ്ലാന്, സർവോദയ പ്ലാന്, ഗാന്ധിയൻ പ്ലാന്, അതേപോലെ പ്യൂപ്പിൾസ് പ്ലാന് തുടങ്ങിയിട്ട് ഒരുപാട് പദ്ധതികൾ ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പദ്ധതികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാം ചാനൽ അംഗമാവാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ഒന്ന് അംഗമാവുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടിപൊളി ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.